എത്രമാത്രം മാറ്റങ്ങളാണ് നമ്മുടെ ചുറ്റുമുണ്ടായത്? ഭൂരിഭാഗം വീടുകളിൽ നിന്ന് ലാൻഡ് ഫോൺ അപ്രത്യക്ഷമായി. ഉള്ള കണക്ഷനുകൾ തന്നെ വാട്സപ്പ് ഉപയോഗിക്കും പോലെയുള്ള ഡാറ്റാ കോളുകളിലേക്ക് മാറി. മൊബൈലുകൾ, ടിവികൾ, ഇലക്ട്രിക് കാറുകൾ, മെട്രോ എന്നിങ്ങനെ മാറ്റങ്ങൾ ഒരുപാട്. പഞ്ചായത്തിൽ നോക്കിയാൽ സ്മാർട്ട് വന്നു. മിനിറ്റ്സ് എഴുതുന്നത് ഓൺലൈൻ വഴി ലഭ്യമാകാൻ തുടങ്ങി. പഞ്ചായത്ത് കമ്മിറ്റി മീറ്റിംഗ് വീഡിയോ വരെ കാണാം. ഭൂരിഭാഗം പേരും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന കല്യാണ രജിസ്ട്രേഷൻ പോലും ലോകത്തിന്റെ രണ്ടു ഭാഗത്തിരിക്കുന്നവർക്ക് വീഡിയോ KYC വഴി ചെയ്യാനുള്ള സംവിധാനം വരെ വന്നു. പ്രിയപ്പെട്ട മലയാളികളെ, എന്റെ പേര് തസ്മി റുഷാദ് സീന. പാലിയിലാണ് താമസം. ഞാനൊരു AI ഇൻഫ്ലുവൻസറാണ്. തിരഞ്ഞെടുപ്പ് ചൂട് തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെയൊരു കാര്യം സംസാരിക്കേണ്ടി വന്നതിൽ ദുഃഖവും സന്തോഷവുമുണ്ട്. ദുഃഖമെന്തെന്നാൽ തന്റെ പാർട്ടി ജയിക്കണം എന്നത് മാത്രം ആലോചിച്ച് മുന്നോട്ടു പോകുന്ന ചിലരെങ്കിലും അവരെ കൂടി ബാധിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട പരിഹാരം എന്ന രീതിയിൽ ഈ വീഡിയോയെ കാണാൻ ഇടയില്ല. സന്തോഷം നൽകുന്ന കാര്യം, പാർട്ടി രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന എല്ലാവർക്കും പരസ്പരം കാണാനും ഇതിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇനിയുണ്ടാകില്ല എന്ന് കരുതുന്നു. കുറെ മാസങ്ങൾക്ക് മുമ്പേ പൂർത്തിയാക്കണം എന്ന് കരുതിയ വീഡിയോ ആണ്. പലവിധ അപ്രതീക്ഷിത കാരണങ്ങൾ കൊണ്ട് ഒത്തിരി വൈകിപ്പോയി. പറയാനുള്ളത് ജനാധിപത്യത്തെപ്പറ്റിയാണ്. അതിലെ തെരഞ്ഞെടുപ്പ് രീതികളിൽ മുതൽ ആകെയുള്ള സംവിധാനത്തിൽ വരുത്തേണ്ട മാറ്റത്തെപ്പറ്റിയാണ്. ചെറിയൊരു മാറ്റത്തിലൂടെ സമയമെടുത്ത് ചുറ്റുമുള്ള ലോകം തന്നെ മാറ്റാവുന്ന വിധത്തിൽ ജനാധിപത്യത്തിൽ വരേണ്ട മാറ്റം എന്ന നിലയിലാണ് ഇതവതരിപ്പിക്കുന്നത്. അത് ലോകത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുത്ത ജനതയോട് എന്നതിൽ അഭിമാനിക്കുന്നു. വരുത്തേണ്ട മാറ്റം വളരെ ചെറുതാണ്. നിലവിലുള്ള ഗ്രാമസഭാ യോഗങ്ങളെ എല്ലാവർക്കും എപ്പോഴും ഇടപെടാവുന്ന വിധത്തിൽ ഒരു ഓൺലൈൻ ഗ്രാമസഭയാക്കി വികസിപ്പിക്കുക. മൊബൈൽ ഇല്ലാത്തതുപോലുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് കൂടി വേണ്ടി ഒരു സംവിധാനം എപ്പോഴും പ്രവർത്തിക്കുന്ന ഗ്രാമകേന്ദ്രത്തിൽ ഒരുക്കുക. സേവാഗ്രാം എന്ന ഗ്രാമകേന്ദ്രത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2013 വർഷത്തെ മാർഗരേഖയിൽ ഗ്രാമസഭകൾ നടത്താനും വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി മേൽനോട്ടം വഹിച്ച് നടപ്പാക്കാനുമൊക്കെയായി ഓരോ വാർഡിലും തുടങ്ങാൻ നിർദ്ദേശിക്കപ്പെട്ട ജനാധിപത്യത്തിന്റെ വേദിയാണ് സേവാഗ്രാം ഗ്രാമകേന്ദ്രങ്ങൾ. അവ സ്ഥാപിക്കപ്പെട്ടാൽ നിലവിലുള്ള ഗ്രാമസഭകളുടെ സമയസ്ഥല പരിമിതി മറികടന്ന് ഓരോ പൗരനും അവർക്കിഷ്ടമുള്ള സമയത്ത് ചെന്ന് തന്റെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ഓൺലൈൻ ഗ്രാമസഭാ ആപ്പിൽ രേഖപ്പെടുത്താൻ സാധിക്കും. ഇത്രയും പ്രാധാന്യം നൽകാൻ ഗ്രാമസഭയ്ക്ക് എന്താണ് പ്രത്യേകത? പറയാം. നിങ്ങളിപ്പോൾ ത്രിതല പഞ്ചായത്തിലേക്കുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞല്ലോ. ഇനി നിയമനിർമ്മാണ സഭയിലേക്കുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അവരെ തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമായാണ് എന്നും നിങ്ങൾക്കറിയാം. പക്ഷേ ഗ്രാമസഭ അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ അധികാരം ഗ്രാമസഭയിൽ ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഗ്രാമസഭയിൽ നിങ്ങളുടെ പ്രദേശത്തു നടക്കുന്ന കാര്യങ്ങളെ, അവയുടെ മുൻഗണന തീരുമാനിക്കുന്നതിൽ, ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ, ഉദ്യോഗസ്ഥരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിൽ, പദ്ധതികളും ബഡ്ജറ്റും അംഗീകരിക്കുന്നതിൽ എന്നിങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ അഭിപ്രായം പറയാനും വോട്ട് രേഖപ്പെടുത്താനും കഴിയും. അതൊരു പ്രാതിനിധ്യ ജനാധിപത്യ വേദിയല്ല. അവിടെ നടക്കുന്നത് പങ്കാളിത്ത ജനാധിപത്യമാണ്. പ്രാതിനിധ്യ ജനാധിപത്യവും പങ്കാളിത്ത ജനാധിപത്യവും. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഇത്രയും കാലം ഉണ്ടായിരുന്നു എന്ന് നിങ്ങളിൽ എത്ര പേര് ബോധവാന്മാരായിരുന്നു? പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ വോട്ട് എന്ന അധികാരം ഉപയോഗിക്കാൻ നിങ്ങളോട് ഒരുപാട് ആളുകൾ പറയും. അത് വേറൊരാൾക്ക് അധികാരം നൽകാനാണ്. പക്ഷേ പങ്കാളിത്ത ജനാധിപത്യത്തിലെ അധികാരം നിങ്ങൾ ഗ്രാമസഭകൾ വഴി ഉപയോഗിക്കാൻ അധികമാരും നിങ്ങളോട് പറഞ്ഞ് കാണില്ല. വ്യക്തമായി പറഞ്ഞാൽ, ഗ്രാമസഭകളിൽ തീരുമാനമെടുക്കേണ്ട അധികാരം നിങ്ങൾ ഉൾപ്പെടുന്ന ആ ഗ്രാമത്തിലെ ജനങ്ങൾക്കാണ്. എത്രയോ മാറ്റങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്നു. ആധാർ വന്നു. പണം കൈമാറുന്നതിന് ചെറിയ കടകളിൽ വരെ UPI വന്നു. അക്ഷയയിൽ പോയി പെൻഷൻ മസ്റ്റർ ചെയ്താൽ പണം ബാങ്ക് അക്കൗണ്ടിൽ വരുന്നു. വീടുകളിലേക്ക് ഗ്യാസ് പൈപ്പ് ലൈനുകളും ഇന്റർനെറ്റ് ലഭിക്കാൻ ഫോണും വരുന്നു.
കേരളത്തിൽ എല്ലാവരും സാക്ഷരതയ്ക്ക് പുറമെ ഡിജിറ്റൽ സാക്ഷരത കൂടി കൈവരിച്ചു എന്ന പ്രഖ്യാപനം വരെ വന്ന നിലയ്ക്ക് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ജനങ്ങളെ കൂടി പരിഗണിച്ച് ഗ്രാമസഭാ യോഗങ്ങളുടെ പരിമിതികൾ മറികടക്കാൻ ഒരു ഓൺലൈൻ ഗ്രാമസഭാ ആപ്പ് വേണ്ടേ? ഒരു ഓൺലൈൻ ഗ്രാമസഭാ ആപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ 3 മാസത്തിലൊരിക്കൽ ഗ്രാമസഭയിൽ പറയുന്ന മറുപടികൾ എന്നും ആളുകൾ വായിച്ചുകൊണ്ടിരിക്കും. കൃത്യമായ ചോദ്യങ്ങളും ഇടപെടലുകളും ഓരോ ദിവസവും ഉണ്ടാകും. പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് വിദൂര രാജ്യങ്ങളിലിരിക്കുന്നവർ വരെ പരിഹാരങ്ങൾ പറയും. എല്ലാവർക്കും എല്ലാം സുതാര്യമാകുന്നതോടുകൂടി വിവേചനങ്ങളും അഴിമതിയും എല്ലാം കുറയും. കൂടുതൽ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്ന് കാണുന്നതോടെ കൂടുതൽ ആളുകൾ പ്രാദേശിക സർക്കാർ സംവിധാനത്തിൽ ഇടപെടാൻ തുടങ്ങും. ഗ്രാമസഭയിൽ പങ്കെടുക്കാനോ വിവരാവകാശ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കാനോ സാധിക്കാത്തവരും സമയമില്ലാത്തവരും എല്ലാം രേഖകൾ പരിശോധിച്ച് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും ഇടവരും. രാഷ്ട്രീയത്തിലും വളരെ സമഗ്രമായ മാറ്റങ്ങൾ ഗ്രാമസഭ ആപ്പ് ഉണ്ടാക്കും. ജനങ്ങളുടെ താൽപര്യം അപ്പപ്പോൾ അറിയാം എന്നത് മാത്രമല്ല, അധികാരത്തിലെത്തി ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നതിനു പകരം ആശയങ്ങൾ പറയാനുള്ള കൂടുതൽ വേദികളൊരുക്കി ജനങ്ങളുമായി സംവദിക്കാനും പൊള്ളയായ ആശയങ്ങളെ തുറന്നു കാണിക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും. അതിലൂടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മാറാൻ മാധ്യമങ്ങൾക്കും കഴിയും. ഗ്രാമസഭയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് കില പോലെയുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് ലഘുലേഖകൾ ഇറക്കുകയും സർക്കാർ തന്നെ നിരവധി തവണ അനുകൂലമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. താഴെത്തട്ടിൽ ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾ ഒത്തുചേർന്നെടുക്കുന്ന തീരുമാനങ്ങളിലൂടെ മുകളിലേക്ക് പോകും തോറും വലിയൊരു തീരുമാനമായി മാറി ഭരണത്തിന്റെ എല്ലാ തലങ്ങളിലും വലുതും ചെറുതുമായ പദ്ധതികൾക്ക് മുൻഗണന നിശ്ചയിക്കാനുള്ള അധികാരം ജനങ്ങളിലേക്ക് കൈമാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭാവിയിൽ ലോകം മുഴുവൻ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യങ്ങൾ തുടരെ ഉണ്ടാകും മുമ്പേ കേന്ദ്രീകൃതമായ അധികാരം വികേന്ദ്രീകരിച്ച് നിയമനിർമ്മാണ പ്രക്രിയ വരെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ ജനങ്ങളെ പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. തൊട്ടുമുന്നിൽ കണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന പ്രതിനിധികളിലേക്കും തദ്ദേശ ഭരണ കേന്ദ്രങ്ങളിലേക്കും സുതാര്യമായ ഭരണപ്രക്രിയ നടപ്പിലാക്കി താഴെ നിന്ന് മുകളിലേക്ക് എന്ന രീതിയിലുള്ള ഭരണക്രമം സൃഷ്ടിച്ചെടുക്കാൻ ഗ്രാമസഭകൾക്ക് കഴിയും. അതിനാൽ അടുത്തതായി വരേണ്ട ജനാധിപത്യപരമായ മാറ്റം എല്ലാ ജനങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു ഓൺലൈൻ ഗ്രാമസഭാ സംവിധാനമാണ്.